രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. പുതിയ ഭാരതത്തിന്റെ ഉദയമാണ് മോദി സർക്കാരിന്റെ ഭരണത്തിലൂടെ കണ്ടതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. भारत की सभ्यता और संस्कृति की चेतना भी है। इसमें हमारी लोकतांत्रिक और संसदीय परंपराओं के सम्मान का प्रण भी है। साथ ही 21वीं सदी के नए भारत के लिए नई परंपराओं के निर्माण का संकल्प भी है। मुझे पूरा विश्वास है कि इस नए भवन में नीतियों पर सार्थक संवाद होगा। ऐसी नीतियां जो आजादी के अमृत काल में विकसित भारत का निर्माण करेगी. സിബി ജോസഫ് ഉണ്ട് ദില്ലിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി. സിബി, ഇന്നത്തെ നയപ്രഖ്യാപനത്തിന്റെ പൂർണ്ണ രൂപം വ്യക്തമാക്കാം. കീർത്തി, രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തോടെ ഇന്നിപ്പോൾ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു. എന്തായാലും രണ്ടാം മോദി സർക്കാരിൻ്റെയും കഴിഞ്ഞ 10 വർഷത്തെ മോദി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ നയപ്രഖ്യാപനം. ഭാരതം ഒരു ഐതിഹാസികമായ വിജയം നേടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ യുഗത്തിലേക്ക് ഭാരതം മാറിയിരിക്കുന്നു എന്നുള്ളതായിരുന്നു ഇത്തരത്തിൽ ദ്രൗപദി മുർമു അവകാശപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഈ ജമ്മു കശ്മീരിലെ പുനഃസംഘടനയും അയോധ്യ രാമക്ഷേത്രവും വനിതാ സംവരണ ബില്ലും അടക്കമെല്ലാം തന്നെയും മുത്തലാഖ് നിരോധനം എല്ലാം തന്നെയും വളരെ വലിയ BJP സർക്കാരിൻ്റെ ഭരണ നേട്ടമായി ഉയർത്തിക്കാട്ടുകയും ചെയ്തു. അയോധ്യ രാമക്ഷേത്രം, നൂറ്റാണ്ടുകൾ കാത്തിരുന്ന അയോധ്യ രാമക്ഷേത്രം അത് യാഥാർത്ഥ്യമാക്കിയെന്ന് ദ്രൗപദി മുർമു പറയുമ്പോൾ ജയ് ശ്രീറാം വിളിയോടെയാണെന്ന് ഭരണപക്ഷ MP-മാർ ഇതിനകത്ത് അങ്ങനെ ജയ് ശ്രീറാം വിളിയെല്ലാം തന്നെയും ആ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ഉയർന്നു കേൾക്കുന്നത് നമുക്ക് കേൾക്കാനായി. അങ്ങനെ ഓരോ ഭരണ നേട്ടവും ഉയർത്തിക്കാട്ടുന്നു. ഇതിൽ വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ രാജ്യം കടന്നു പോകുമ്പോഴും 7.5% സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ സാമ്പത്തികമായി വളർച്ച കൈവരിക്കാൻ ആയി എന്നുള്ളതായിരുന്നു ദ്രൗപദി മുർമു ചൂണ്ടിക്കാട്ടിയത്. അതുകൂടാതെ എല്ലാ അടിസ്ഥാന സൗകര്യ വികസനത്തിലെല്ലാം തന്നെയും വളരെ വലിയ നേട്ടമുണ്ടായി, സാമ്പത്തികമായി വലിയ നേട്ടം കൈവരിച്ചു. അതുകൂടാതെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൽ 25 കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറി എന്നുള്ളതായിരുന്നു ദ്രൗപദി മുർമു ഇന്ന് പറഞ്ഞത്. ഇന്ത്യ വികസന സൗഹൃദ രാജ്യമാണെന്ന് വിദേശ രാജ്യങ്ങൾ പോലും തിരിച്ചറിഞ്ഞു. രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനം റെക്കോർഡ് നേട്ടം കൈവരിച്ചു എന്നുള്ളതായിരുന്നു ദ്രൗപദി മുർമു ചൂണ്ടിക്കാട്ടിയത്. അതുകൂടാതെ ദേശീയപാത വികസനവും റോഡ് മാർഗമുള്ള ചരക്ക് ഗതാഗതങ്ങളെല്ലാം തന്നെയും വർധനവുണ്ടായി. ഗ്യാസ് പൈപ്പ് ലൈൻ, ഒപ്റ്റിക്കൽ ഫൈബർ ഇതെല്ലാം തന്നെയും വികസന നേട്ടങ്ങളായി ദ്രൗപദി മുർമു ചൂണ്ടിക്കാട്ടി. അതുകൂടാതെ സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിച്ചു എന്നുള്ളൊരു നേട്ടം കൂടി ഉയർത്തിക്കാട്ടിക്കുകയുണ്ടായി. 10 കോടി സ്ത്രീകൾ സ്വയം സഹായ സംഘങ്ങളിലൂടെ ശാക്തീകരിക്കപ്പെട്ടു. PM കിസാൻ സമ്മാൻ പദ്ധതിയിലൂടെ 2 ലക്ഷം കോടിയിലേറെ രൂപ യുദ്ധത്തിൽ ചെലവഴിക്കാനായി. അങ്ങനെ G20യും വന്ദേ ഭാരത് അടക്കമുള്ള റെയിൽവേ വികസനം എല്ലാം തന്നെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു മറ്റൊരു പ്രഖ്യാപനവും. G20 നടത്തിക്കൊണ്ട് ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പേര് കേട്ടു എന്നെല്ലാം തന്നെയും ദ്രൗപദി മുർമു അവകാശപ്പെട്ടു. പാവപ്പെട്ടവർക്ക് വീട്, സൗജന്യ ഭക്ഷ്യധാന്യ വിതരണം, ദളിത് ആദിവാസി വനിതാ വിഭാഗങ്ങളുടെ ഉന്നമനം അടക്കമുള്ള നിരവധി മോദി സർക്കാരിൻ്റെ ഈ കഴിഞ്ഞ 10 വർഷത്തെ നിരവധി വികസന പ്രവൃത്തികളെല്ലാം തന്നെയും അക്കമിട്ട് നിർത്തിക്കൊണ്ടായിരുന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ഇതിലെ നയപ്രഖ്യാപനം. മാത്രമല്ല, നമ്മൾ ഇതുവരെയും രാജ്യം കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഈ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ വരവും ഏറെ പ്രാധാന്യമുള്ളതായിരുന്നു. പ്രത്യേകിച്ച് ചെങ്കോൽ ഉയർത്തിപ്പിടിച്ച അംഗരക്ഷകരുടെ ഒരു അകമ്പടിയോടെയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ മതേതര രാജ്യത്തിൻ്റെ, മതേതര ഇന്ത്യയുടെ പുതിയ പാർലമെന്റിലേക്ക് പ്രവേശിച്ചത്. അങ്ങനൊരു പുതിയ ഒരു കാഴ്ചയ്ക്ക് കൂടി രാജ്യം സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. എന്തായാലും ഇന്നിപ്പോൾ നയപ്രഖ്യാപനം പൂർത്തിയായിരിക്കുന്നു. ഇനി നാളെയാണ് കേന്ദ്ര ബജറ്റ്. നാളെ കേന്ദ്ര ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കും. അതേസമയം തന്നെ ഇന്നിപ്പോൾ വൈകിട്ട് സാധാരണ ബജറ്റ് മുൻപായി സാമ്പത്തിക സർവേ ഉണ്ടാകാറുണ്ട്. പക്ഷേ ആ സാമ്പത്തിക സർവേ ഉണ്ടാകില്ല എന്ന് കൃത്യമായി കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതിന് പകരമായി ഒരു അവലോകന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ ഈ മോദി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് അയോധ്യ രാമക്ഷേത്രം അടക്കം എല്ലാം തന്നെയും എണ്ണി പറഞ്ഞുകൊണ്ടുള്ള ഒരു ഭരണനേട്ടം എണ്ണി പറഞ്ഞുകൊണ്ടുള്ള ഒരു നയപ്രഖ്യാപനമാണ് ഇന്നിപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു പാർലമെന്റിൽ നടത്തിയത്. കീർത്തി, ശരി, സിബിയാണ് വിവരങ്ങൾ.